അവിടെ ആഷിഖ് ഉസ്മാന്റെ കാലുമെന്ന് ഇപ്പൊ തന്നെ സെൽഫ് ഗോൾ കയറിയിനി. അതിന്റെ മുന്നേറ്റം പെനാൽറ്റി പെനാൽറ്റി എടാ പെനാൽറ്റി കൊടുത്തില്ലടാ പെനാൽറ്റി കൊടുത്തില്ല. ഗോൾ കീപ്പർ ഷാനിന്റെ മാരകമായ സേവ് കേട്ടോ. ഒന്നും പറയാനില്ല. വലയിലാൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. ഗ്രൗണ്ടിലേക്ക് ബീച്ച് സൈഡാണ്. ബീച്ച് സൈഡ് കളി സ്റ്റാർട്ടായിട്ടോ. മുന്നേ ഒരു ഷോട്ടായിരുന്നു. ഇങ്ങനെ വന്നിരുന്നേക്കാണ് നമുക്ക്. ലൈവ് കട്ടാവുമെന്നൊന്നും അറിയില്ല. മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മളെ ബാക്കിക്ക് എന്തോ പറ്റിക്കണം കേട്ടോ. എന്തോ ഒരു കിട്ടാന്. മദീനയുടെ ഒരു ഷോട്ട് ഗ്രാൻഡ് സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങളെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക. മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് വിടുന്നുണ്ട്. ഗോൾ കീപ്പർ ഷാനിന്റെ മാരകമായ സേവ് കേട്ടോ. ഒന്നും പറയാനില്ല. വലയിലാൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. കിടിലൻ സേവ്. അതേമാതിരി ബാക്കിന്റെ ബമ്പർ ഷോട്ടും നല്ല കിടിലൻ. ഗോളായിന്ന് മദീനയുടെ ഒരു ഗോളായിന്ന് ഉറപ്പിച്ചൊരു ഷോട്ടായിരുന്നു നമ്മളെ ഗോൾ കീപ്പർ ഷാനുവിൻ്റെ സേവ്. കിടിലൻ സേവ്. ബ്രോ അയ്യൂബാക്കൊക്കെ ഇപ്പോഴും ഉണ്ട്. മൂപ്പർക്കുണ്ട്. ഗോളാകോ ഇല്ല എന്നുള്ളത് നോക്കിയിട്ടുണ്ട്. ഓ ജസ്റ്റ് മിസ് വളഞ്ഞുകൊണ്ട് വൺ സൈഡ് കൗങ്ങിൻ്റെ ഗാലറിയും വൺ സൈഡ് കോൺക്രീറ്റ് ഗാലറിയാണ്. അപ്പോൾ കൗങ്ങിൻ്റെ ഗാലറി ആയതുകൊണ്ട് എന്താ പറയുക നമ്മളെ ക്യാമറ ഷെയ്ക്ക് ഗാലറി ഇങ്ങനെ ആടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഇതായിരുന്നു. ബ്രോ ഇത് യൂട്യൂബിലൂടെയാണ് നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൽ സ്കോർ ബോർഡ് ആഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ പെയ്ഡ് ആപ്പ് ഉണ്ട്. ഇങ്ങനെ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യും. മദീനയുടെ ഒരു മുന്നേറ്റം
പൊന്നു കഴിച്ചിലേ പോയിട്ടോ. എന്തായാലും ഷാനു ഫോക്കസാണ് ബോളിനെ ഒരു നിലക്കും കിരീടം നഷ്ടപ്പെടുത്തൂല എന്നുള്ളതിലാണ്. കാരണം സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ഇഷ ഗ്രൂപ്പും തമ്മിൽ എടത്തനാട്ടുകരയിൽ ഒരു ഫൈനലിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ കപ്പ് നഷ്ടപ്പെട്ടതാണ്. അത് ഒരിക്കലും ഇനി ആവർത്തിക്കൂല എന്നുള്ളത് ഉറപ്പ് ദൃഢനിശ്ചയം കൊണ്ട് ഷാനു ഫുൾ ഓൺ പവറിലാണ്. എന്തായാലും മദീന വെറുതെ അടങ്ങൂല, അയ്യൂബിൻ്റെ പുലിക്കുട്ടികൾ വെറുതെ നിൽക്കൂല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഗോളൊന്നും ആയിട്ടില്ല, 0-0 ആണ്. ഗോൾ 0-0 ആണ്. കളി കാണുന്ന എന്താ പറയുക, ലൈവ് സ്കോറൊന്ന് എഴുതി വിട്ടാൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ. പൊന്നു ജസ്റ്റ് മിസ് കോരി എറിഞ്ഞു. അതിൻ്റെ ഇപ്പം തന്നെ ഗോളായി കേട്ടോ. എന്താ പറയുക, കുറച്ച് ടീമായി ആൽഫയുടെ മുന്നേറ്റമാണ്. എന്തായാലും ഒരു ഇഞ്ച് വിട്ടുകൊടുക്കൂല എന്നാണ്. വീഡിയോ വരും, ഉഷാറായിട്ട് കാണാം. നമ്മൾ ഹൈലൈറ്റ്സ് 1 മണിക്കൂറിനുള്ളിൽ അപ്ലോഡ് ആവും. അതിൻ്റെ മുന്നേറ്റം. പെനാൽറ്റി കൊടുത്തില്ല. അയ്യൻ്റെ മോനെ, അത് ഫൗളല്ലേ? ഇൻഷാദിന് ഫൗൾ ചെയ്ത് അതൊരു ഇത് മിക്കവാറും അയ്യൻ്റെ മോനെ അത് അത് ഫൗള്. ഇൻഷാദിന്റെ മുന്നേറ്റം. പെനാൽറ്റി കൊടുത്തില്ല. മണിന്റെ അണ്ണാക്കിൽ മറ്റേ ബിസിൽ പിടിക്കാൻ മാറിയാവും കുറച്ച് കഴിഞ്ഞാൽ. പാബി ആഷിഫ് ഉസ്മാനിന് നല്ല 2 ചാൻസ് കിട്ടോ. സ്കോർ 0-0. തെറ്റിപ്പോയി. ബാക്കൊക്കെ ഇറക്കി തൽക്കാലം ഒരു എന്താ പറയുക റിസ്ക് ഇല്ലാതെ കളിക്കാനുള്ളൊരു ഉദ്ദേശത്തിലാണ്. ഗോളടിച്ച് എൻ്റെ മോനെ, ഗോള് ഗോളടിച്ചിട്ടാ. ഗോളടിച്ചൊന്ന് പേരൻസ് നോക്കാം. ഒരിക്കലും വിചാരിക്കാത്തൊരു ഗോള് സത്യം പറഞ്ഞാൽ. ഒരു 9 ഗോൾ നമ്പർ 5 ചെയ്യാനുള്ളൊരു ഉദ്ദേശത്തിലാണ്. സത്യം പറഞ്ഞാൽ ഒരു ആവേശം കിട്ടിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ മദീനക്കാണ് ഇവിടെ ഫുൾ ആവേശം. മദീനയുടെ മുന്നേറ്റം. ഫൗൾ. 6 മിനിറ്റാണ് എക്സ്ട്രാ ടൈം കേട്ടോ. 6 മിനിറ്റാണ് എക്സ്ട്രാ ടൈം. നമ്മൾ പറഞ്ഞ വോയിസ് കട്ടാവേണ്ടി ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ക്രൗഡുള്ള ഏരിയയിൽ നമ്മൾ എന്താ പറയുക, നല്ലൊരു ഫൗള് ബാക്കിൽ നിന്നാണ് ആ ഫൗൾ കിട്ടുന്നത്. യെല്ലോ കാർഡ്. ഹാഫ് ടൈം 6 മിനിറ്റ് അങ്ങനെയാണ് ഹാഫ് ടൈം. എക്സ്ട്രാ ടൈം ഓക്കെ. സൂമിങ് സെറ്റാണെന്നാണ് പറഞ്ഞത്. ഓക്കെ. സ്കോർ 1-0. ഇഷ ഗ്രൂപ്പ് 1, അൽമദീന 0. എന്തായാലും ആൽഫ മരിച്ച് കളിക്കുന്നു കേട്ടോ. നമ്പർ താരം ആൽഫ. മോനെ, സത്യം പറഞ്ഞാൽ കഴിച്ചിലായി പോയതാണ്. അത് അടുത്ത പരിക്ക്.
ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു അൽമദീന ചെറുപ്പശ്ശേരി 0. ഓക്കെ, കളി തുടങ്ങി. ചില സമയത്തൊന്നും പറയാൻ കിട്ടില്ല. എന്തായാലും നമ്മളെ ഗോളടിച്ച പ്ലെയർ 5 നമ്പർ താരം നല്ല പെർഫോമൻസ് ആണ്. ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്കത് എന്താ പറയുക കുറച്ച് ലോങ് ആയതുകൊണ്ട് ഒരു യെല്ലോ കാർഡിനെ അറിയിച്ചതാണത്. യെല്ലോ കാർഡ് ഇതിൽ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ സംഭവം സ്കോർ നമ്മളവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇസാ ഗ്രൂപ്പ് 1, ഇസാ ഗ്രൂപ്പിൻ്റെ മുന്നേറ്റം, നിംഷാദിൻ്റെ മുന്നേറ്റം. ഉസ്മാൻ അടിച്ചിട്ടില്ല. ഭാവി മോനെ ആഷിക്കിൻ്റെ ഒരു ബാക്കിയിലേനി ആഷിഖ് ആഷിക്കിൻ്റെ നല്ലൊരു സേവായിട്ട് നടത്തിയവിടെ. ആഷിഖ് ഉസ്മാൻ്റെ കാലുമെന്ന് ഇപ്പം തന്നെ സെൽഫ് ഗോൾ കയറിയിനി. അതൊരു പെനാൽറ്റിക്കുള്ളൊരു വകുപ്പുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യണം. ബോക്സിൻ്റെ പുറത്താണോ എന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഷാന് വോളിബോളിന് ഗോളിയാണ് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തു. നമ്മളെ നാട് ചേളാരിയാണ് ഇപ്പോൾ. അല്ലാ കയറി ആട്ടാ മോനെ ലാസ്റ്റ് ചാൻസ് ചെയ്തിട്ടാ. മസൂദ് ഷരീഫിൻ്റെ ഒരു മിസൈൽ വിട്ടുട്ടാ. കളി കഴിഞ്ഞ് കളികൾ ഓടാൻ നിൽക്കുകയാണ്. വിസിലടിച്ചു റഫറി, വിസിലടിച്ചു കാണികളോട് ഗ്രൗണ്ടിലേക്ക്. സീസണിലെ ആദ്യ കിരീടം സ്വന്തമാക്കി.